ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാം. നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങൾ എല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഏൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ്. സങ്കീർത്തനങ്ങൾ 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വചനത്തിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ഈ വചനത്തിൻ്റെ ഒരു ശക്തി ഒരുപാട് പ്രാവശ്യം ഏൽ റുഹ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. പല മക്കളും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഒക്കെ പറയുന്നൊരു കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ ആ ശുശ്രൂഷകൾ ആ സാക്ഷ്യങ്ങളൊക്കെ കണ്ടാൽ കാണാം. അവർ പറയുന്നു, ഞങ്ങൾ ഈ അത്ഭുതങ്ങളുടെ ജപമാല സമയത്ത് കരഞ്ഞപേക്ഷിച്ചു, അല്ലെങ്കിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ വലിയ വേദനയോടെ ഞങ്ങൾ നിലവിളിച്ച് കർത്താവിനെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കർത്താവിൻ്റെ മോനെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഒരുപാട് അനുഗ്രഹം കിട്ടിയതായിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലരും പറയാറുണ്ട്. ഞാൻ ഈ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഒന്നും നോക്കാതെ ശക്തമായി കരം ഉയർത്തി സ്തുതിച്ച് കർത്താവ് എൻ്റെ ജീവിതത്തെ ഇടപെടണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴേ കർത്താവ് ഇടപെട്ടു. ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മനസ്സുരുകി ഹൃദയം നുറുങ്ങി, അപ്പോൾ നമ്മൾ ആ വചനത്തെ കേട്ടതുപോലെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറഞ്ഞ വചനം എത്രയോ സത്യമാണ്. ആ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മളിങ്ങനെ ശരിക്കും ആ കാനാകാരി സ്ത്രീ കരഞ്ഞപേക്ഷിച്ചു എന്നാണ് നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. കരഞ്ഞപേക്ഷിക്കുകയാണ്. കരഞ്ഞപേക്ഷിക്കുമ്പോഴൊക്കെ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് വർഷിക്കുന്നത് കാണാൻ സാധിക്കും. പാപികളാണ് കരഞ്ഞപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് വലിയ പാപമോചനവും വലിയ ദൈവസ്നേഹ അനുഭവം കൊടുക്കുന്നതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട്. ഈ അടുത്ത് ഏൽ റുഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരു സാക്ഷ്യം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് വോയിസ് മെസ്സേജായിട്ട് വന്നൊരു വലിയൊരു സാക്ഷ്യമാണ് അച്ഛൻ വായിക്കുക. സർജറി കഴിഞ്ഞിട്ട് മുറിവുണങ്ങാത്ത ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കിങ്ങിണി എന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഇത് പറപ്പൂരിന്ന് റോഷ്നി എന്ന മകളുടെ സാക്ഷ്യമാണ് അച്ഛൻ വായിക്കാൻ പോകുക. 2024 മാർച്ച് 26 എൻ്റെ ഡെലിവറി. സിസേറിയനായിരുന്നു.
ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് 31 ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലിലൂടെ ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ആദ്യം ബ്ലീഡിംഗ് ആയിരിക്കുമെന്ന് ഞാൻ കരുതി. വീണ്ടും 6 മണിക്ക് എഴുന്നേറ്റപ്പോൾ എൻ്റെ വസ്ത്രവും കിടന്ന ബെഡ്ഷീറ്റും നനഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു. എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് നോക്കിയപ്പോൾ എൻ്റെ വയറ്റിലെ സ്റ്റിച്ചിൻ്റെ വലത്തെ വശത്ത് ഒരു ദ്വാരമുള്ളതായി കണ്ടു. പൈപ്പിൽ നിന്നും വെള്ളം തുള്ളിത്തുള്ളിയായി വരുന്നത് പോലെ ആ ദ്വാരത്തിലൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു. പഞ്ഞി വെച്ച് നോക്കിയപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകമായിരുന്നു. വല്ലാത്ത ദുർഗന്ധമായിരുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പഴുപ്പ് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കുകയും 2 ഇഞ്ച് നീളത്തിൽ പഞ്ഞി വെച്ച് കെട്ടിയിട്ട് നന്നായി റെസ്റ്റ് എടുക്കാൻ പറയുകയും 1 ദിവസം കഴിഞ്ഞിട്ട് കെട്ടഴിച്ച് നോക്കാൻ പറയുകയും ചെയ്തു. 1 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കെട്ടഴിച്ചപ്പോൾ ഇടത്തെ വശത്തും സ്റ്റിച്ചിൻ്റെ മുകളിലും ദ്വാരങ്ങൾ കാണുകയും അവിടെ നിന്നും വെള്ളം വരാൻ തുടങ്ങുകയും ചെയ്തു. കൂടാതെ സ്റ്റിച്ചെല്ലാം വെള്ളം വന്ന് വീർത്ത് ചുവന്ന് തടിച്ച് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. 3 വർഷത്തിന് ശേഷം എനിക്കുണ്ടായ കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. എൻ്റെ അമ്മ മുടങ്ങാതെ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാറുള്ള വ്യക്തിയാണ്. എന്നോട് അമ്മ പറഞ്ഞു, പേടിക്കേണ്ട, ഇന്ന് നമുക്ക് അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ തൊടാതെ പോവില്ല എന്ന്. ഞങ്ങൾ വൈകിട്ട് 7:30 ആവാൻ കാത്തിരുന്നു. വീട്ടിലെ എല്ലാവരും മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കിടന്നുകൊണ്ടാണ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് ശബ്ദം കേൾക്കാമായിരുന്നു. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സെൻറ്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്ക സാക്ഷ്യങ്ങളിൽ വരുന്ന ഒരു സെൻറ്റൻസാണ്. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് റാഫേലച്ചൻ വിളിച്ചു പറഞ്ഞു, സർജറി കഴിഞ്ഞിട്ട് മുറിവുണങ്ങാത്ത ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു, കിങ്ങിണി എന്ന വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നു എന്ന്. കൂടാതെ കിങ്ങിണി ഒരു കുട്ടിയല്ല, വ്യക്തിയാണ് എന്ന് അച്ഛൻ എടുത്തു പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വലിയ അത്ഭുതമായി. എന്നെ വീട്ടിൽ കിങ്ങിണി എന്നാണ് വിളിക്കുന്നത്. അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഈ സന്ദേശം വിളിച്ചു പറഞ്ഞ നിമിഷം തന്നെ സ്വിച്ച് ഓഫാക്കിയ പോലെ വെള്ളം നിന്നു. പിന്നീട് അതിൽ നിന്നും വെള്ളം വന്നിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും കൈകൊണ്ട് തൊട്ടു നോക്കിക്കൊണ്ടിരുന്നു. 1 മണിക്കൂറിന് ശേഷം തൊട്ടു നോക്കിയപ്പോഴും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. രാത്രി മുഴുവനും ഞങ്ങൾ നോക്കിയപ്പോൾ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ദ്വാരമെല്ലാം ഉടങ്ങിയിരിക്കുകയായിരുന്നു. ചുവന്ന് തടിച്ചിരുന്ന സ്റ്റിച്ച് സാധാരണ നിലയിലായി. വലിയ അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ചത്. 4 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ ഡോക്ടർ ഓടി വന്ന് ചോദിച്ചു, സ്റ്റിച്ചെല്ലാം പൊട്ടിയോ എന്ന്. എല്ലാ സ്റ്റിച്ചും പൊട്ടിയതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് എന്നാണ് ഡോക്ടർ ആദ്യം കരുതിയത്. പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാ സ്റ്റിച്ചും നന്നായി ഉണങ്ങിയെന്ന് പറയുകയും അന്ന് തന്നെ സ്റ്റിച്ച് വെട്ടുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ സ്റ്റിച്ച് വെട്ടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുൻപ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഇത്രയും വലിയ സൗഖ്യം തന്ന യേശുവിന് കോടാനുകോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് പറയുക, സർജറി കഴിഞ്ഞിട്ട് മുറിവുണങ്ങാത്ത ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കൂട്ടിച്ചേർത്ത് പറയുകയാണ്, കിങ്ങിണി എന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കിങ്ങിണി എന്ന വ്യക്തിയെ സുഖപ്പെടുത്തുന്നു പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, കിങ്ങിണി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇതൊരു കൊച്ചു കുഞ്ഞാണെന്ന്. അത് കൊച്ചുകുട്ടിയല്ല, അതൊരു വലിയൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കിങ്ങിണിയെന്ന് അങ്ങനെ അച്ഛൻ എടുത്തു പറയുകയാണ്. ഇത് പറയുന്നു, അവിടെ അത്ഭുത രോഗശാന്തി സംഭവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിലും നിങ്ങൾ വലിയ ഹൃദയവേദനയോടെ പങ്കെടുക്കുന്ന പലരും ഇരിക്കുന്നുണ്ടെന്ന് അച്ഛൻ നന്നായിട്ടറിയാം. ഇത് പരിശുദ്ധാത്മാവ് നന്നായി കാണിക്കുന്നുണ്ട്. അവർക്കൊക്കെ കർത്താവ് സമീപസ്ഥരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ തീഷ്ണതയോടെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊക്കെ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ജീവിതാവസ്ഥ, ഓരോരുത്തരുടെ അവസ്ഥയിൽ നമ്മുടെ നിയമങ്ങളെ സമർപ്പിച്ച് അതിൽ കർത്താവ് ഇടപെടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കാനാങ്കാരി പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചനം. കാനാങ്കാരി ഒരു വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാങ്കാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു.
കഠിനമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഇരു കരങ്ങളെടുത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കരഞ്ഞപേക്ഷിക്കുന്നു, നിലവിളിച്ച് അപേക്ഷിക്കുന്നു. കാനാകാരി സ്ത്രീയെ പോലെ പ്രാർത്ഥിക്കുന്നു. ആലൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആലുലിയ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നു. ആലുലിയ അലുലിയ 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 ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ആലുലിയ അലുലിയ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുന്നു, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇടപെടണമേ, കർത്താവേ ഇടപെടണ യേശുവേ. ആലുലിയ അലുലിയ 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 കരഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും കരുണവശിക്കണേ, കൃപവശിക്കണമേ. ആലും നിലവിളി കേൾക്കണമേ യേശുവേ, നിലവിളി കേൾക്കണേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞ് സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിന്റെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ സത്യഭദ്രനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെട്ട് തിരത്തെത്താൻ കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഹുടോത്രം, ദുഷ്ടദോഷം, പൈശാചി, അക്ക, പിടല്, ബാധകൾ, ഇവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരി സതിയരെയും മധ്യസ്ഥാനം മികാർ അബ ഗബ്രിയ മലാമാണ് സത്യമായ സാന്താ സംരക്ഷിത്താനും ശരീരത്തിലും മനസ്സിൽ ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിത സമൂഹത്തിലെ എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലോ വായിലൂടെ വസ്ത്രത്തിലും ഭക്ഷണവും നൽകുന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാബല്യമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 ജോനിയോന 3:8 പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രൻ വന്ദിയും അതിനെ സതിയ സകലവിധ പ്രകൃതിശം ഇടിവിന്റെ ഇടിവെട്ട് ആസക്തങ്ങൾ ഉറപ്പ് ഉദ്ദേശ വാസി വരാൻ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തിരികാസ് ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗ സ്വർഗഭോഗ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനസം യാത്രാസം മരണാസം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികന്റെ ബാക്കിയ ചെറുതോ രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കും മരണം വായിക്കുക ജമാചലാൻ തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിൻപത്തികൾ പൈശാചിക അരുവി അന്താശക്തി സാത്താശക്തി ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ
യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ഈശോയുടെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുള്ള പ്രവേശിച്ചു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന് അഭിഷേകം തന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ശക്തമായി സ്തുതിച്ച് ഹാലുലി ആലുലി വന്ന് വേഗത്തിൽ സ്തുതിച്ച് ഹാലുലി ആലുലി 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 ആലുലിയ. കരങ്ങളടിച്ച് എല്ലാവരും വിശ്വാസത്തോടെ കരങ്ങളടിക്കുക, യേശുവിലേക്ക് നോക്കിക്കൊണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ. കരമുയർത്തി പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. കരങ്ങൾ സ്തുതിച്ച് ഹാലുലി ആലുലി ആലുലി ആലുലിയ വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. പോരല്ലോ രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി കരഞ്ഞപേക്ഷിക്കുക. ഫിറ്റ്സിന്റെ അസുഖം മാറിപ്പോട്ടെ, മാനസിക രോഗങ്ങൾ മാറിപ്പോട്ടെ, ഓട്ടിസം മാറിപ്പോട്ടെ, മാനസിക രോഗങ്ങൾ സൗഖ്യപ്പെട്ടെ, ഡിപ്രഷൻ മാറിപ്പോട്ടെ, ക്യാൻസർ രോഗങ്ങൾ മാറിപ്പോട്ടെ, വൈദ്യശാസ്ത്രം കഴിയുന്ന എല്ലാ രോഗപീഠങ്ങളും യേശു നാമത്തിൽ മാറിപ്പോട്ടെ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബർത്തിമേയുവിന്റെ പേരിൽ അന്ധയാചകൻ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുന്നു. ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലി. എല്ലാവരും സ്തുതിച്ച് ഉച്ചത്തിൽ സ്തുതിച്ച് ആലുലി 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 ആലുലിയ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മേ കരുണ വർഷിക്കണമേ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേ കരുണ വർഷിക്കണേ, കൃപ വർഷിക്കണേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ മേ കരുണ വർഷിക്കണമേ. നിയോഗം വെച്ച് ഈ ശുശ്രൂഷ കാണുന്നവരുടെ മേ കരുണ വർഷിക്കണമേ. ആലുലി 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 ആലുലിയ ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം, വചനാഭിഷേകം ജ്വലിക്കട്ടെ. ആലുലി 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 ആലുലിയ. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശക്തമായി സ്തുതിക്കുക, ആരെയും ശ്രദ്ധിക്കരുത്, ശക്തമായി സ്തുതിക്കുന്നു. കിട്ടിയ ഭാഷാവധി സ്തുതിക്കുന്നു. ആലുലിയ ആലുലി ആലുലിയ വിശ്വാസത്തോടെ സ്തുതിച്ച് ആലുലിയ ആലുലി 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 ആലുലിയ ആലുലി 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 ആലുലിയ. ചെവി സംബന്ധമായ രോഗങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ചെവി സംബന്ധമായ രോഗങ്ങൾ, ചെവിക്കടി, ചെവി വേദന, കേൾവിക്കുറവ്, ചെവി പൊട്ടിയൊലിക്കുന്ന അവസ്ഥയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണ് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. കണ്ണിന് അലർജിയും, കണ്ണിന് ചൊറിച്ചിലും, കണ്ണിന് കാഴ്ചക്കുറവും, പിന്നെ കണ്ണിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു. കണ്ണിൽ വീള കിട്ടുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഈ മേഖലയിൽ പലർക്കും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നവരും അങ്ങനെ മറ്റ് ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗപീഠകളുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ഒരുപാട് പേരെയാണ് കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തുക. സെക്കൻഡ് സ്റ്റേഡ് മിഞ്ചി മൂക്കുത്തിയൊക്കെ ധരിച്ച മക്കൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ട്. ആ മക്കളോടൊക്കെ അത് ഊരിക്കളഞ്ഞ് പ്രാർത്ഥിക്കുകയും പറയാം. സെക്കൻഡ് സ്റ്റേഡ് മിഞ്ചി മൂക്കുത്തിയൊക്കെ ഊരിക്കളഞ്ഞ് പ്രാർത്ഥിച്ചോ. അപ്പോൾ തന്നെ നിങ്ങളുടെ പല രോഗങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്ന് ആ മക്കൾക്ക് എല്ലാവർക്കും കർത്താവ് സന്ദേശം തരിക. ആർത്രൈറ്റിസ് രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. ആർത്രൈറ്റിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എറണാകുളം ഭാഗത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കുക. എറണാകുളം ഭാഗത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് വ്യക്തമായിട്ട് കാണിക്കുന്നു. തൈറോയിഡിന്റെ അസുഖമുള്ളവരും തൊണ്ടയ്ക്ക് വർഷങ്ങളായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, ഈശോ സൗഖ്യം തരുന്നതായിട്ട് കാണിക്കുന്നു. തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരും തൊണ്ടയ്ക്ക് വർഷങ്ങളായി ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. അതിൽ 37 വർഷമായി തൊണ്ടയ്ക്ക് അസുഖം, കാര്യമായൊരു രോഗപേടിയാണ്. അത്ര മരുന്ന് വെച്ചിട്ട് മാറാത്ത തൊണ്ടയിലെ ബുദ്ധിമുട്ട്, തൊണ്ടയ്ക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പെൻഷൻ കിട്ടാനുള്ള തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. അസ്ഥി തേയ്മാനമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അസ്ഥി തേയ്മാനം സൗഖ്യം തരുന്നു. യൂറിക് ആസിഡ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നല്ല സ്തുതിപ്പ് വേണമെന്ന് കർത്താവ് സന്ദേശിച്ചിരിക്കുക. ഈ സമൂഹത്തിൽ പല മക്കളും സ്തുതിക്കുന്നില്ല. ഇനി സ്തുതിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ശക്തമായൊരു സ്തുതിപ്പ് പല മക്കളുടെ ഭാഗത്തുനിന്നില്ല. ശക്തമായി സ്തുതിക്കാൻ പറയുക.
നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ കേൾക്കുന്ന വിധത്തിൽ ശക്തമായി വാതുറന്ന് ഉച്ചത്തിൽ വേഗത്തിൽ സ്തുതിക്കാൻ ഈശോ പറയുക. ആമ്പല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ജോണിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹം കിട്ടിയിട്ടും സാക്ഷ്യം പറയാത്തവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അനുഗ്രഹം കിട്ടി ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷയിലൂടെയും അത്ഭുതങ്ങളുടെ ജപമാലയിലൂടെയും ഇവിടുത്തെ പല എൽറുഹ ശുശ്രൂഷയിലൂടെ അനുഗ്രഹം കിട്ടിയിട്ട് ഇതുവരെ അത് കൊടുക്കി വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുകയോ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്യാത്ത ഒരുപാട് മക്കളെ ഓർത്ത് കർത്താവ് സങ്കടപ്പെടുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരികയാണ്. അതിൽ വയനാട് ഭാഗത്തു നിന്ന് ചിഞ്ചു എന്ന മകള് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഈശോ സന്ദേശം തരുന്നു. കിട്ടിയ അനുഗ്രഹം ഈ എൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. നന്നായി തുറന്ന് കുമ്പസാരിക്കണമെന്ന് സന്ദേശം തരികയാണ്. നന്നായി കുമ്പസാരിക്കണം. അത് തുറന്ന് കുമ്പസാരിക്കുക. പലരും കുമ്പസാരിക്കുന്നുണ്ടെങ്കിലും തുറന്ന് കുമ്പസാരിക്കുന്നില്ല. തുറന്ന് കുമ്പസാരിക്കാൻ എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് കുമ്പസാരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒത്തിരി ആന്തരിക മുറിവുള്ള മക്കളെ കാണിക്കുകയാണ്. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ആന്തരിക സൗഖ്യത്തിന്റെ ഏറ്റവും നല്ല 2 കൂദാശകളാണ് കുമ്പസാരവും കുർബാനയും. കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വലിയ ആന്തരിക സൗഖ്യം കിട്ടുമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചോ കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് ശക്തമായ സന്ദേശം തരികയാണ്. യേശു ഏകരക്ഷകനെന്ന് മറ്റുള്ളവരോട് പറയണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. ലോകം മുഴുവനും യേശുവാണ് ഏകരക്ഷകനെന്ന് അറിയപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമ്മൾ പ്രേക്ഷിതരായി തീരണം, ശുശ്രൂഷരായി തീരണം. ഇങ്ങനൊരു സന്ദേശം കർത്താവ് ഈ സമൂഹത്തിൽ എല്ലാവർക്കും കർത്താവ് തരികയാണ്. അനാവശ്യ കരച്ചിൽ ഒഴിവാക്കി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. അനാവശ്യ കരച്ചിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമില്ലാതെ നമ്മുടേതായ വ്യക്തിപരമായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലുകൾ മാറ്റി പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വളർത്തു മൃഗങ്ങളിൽ നിന്ന് ചെള്ളുശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. സൗണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആലപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. പേസ് മേക്കർ വെച്ചൊരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒച്ചശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ചാത്തൻ സേവ മഠത്തിൽ പോയൊരു വ്യക്തിയെ കർത്താവ് ഈ ശുശ്രൂഷയിൽ കാണിക്കുന്നു. അനുദപിച്ച് കുമ്പസാരിക്കാൻ യേശുവിന്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒത്തിരി കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് വിശുദ്ധ റാഫേൽ മാലാഖയോട് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. സന്ധിവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴും നെഞ്ചുവേദന വരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ ചെവിവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മുത്ത് എന്ന് വിളിക്കപ്പെടുന്ന കുട്ടിയുടെ ശക്തമായ പനി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അറിയാതെ യൂറിൻ പോകുന്ന അവസ്ഥ, അങ്ങനെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മേരി എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും എക്കിൾ വരുന്ന അവസ്ഥ കർത്താവ് വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴും അനാവശ്യ ചെലവുകൾ വരുന്ന വീട്ടുകാരോട് ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. പൊടിയുടെ അലർജി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എട്ടുകാലി ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. സ്കോളർഷിപ്പോട് കൂടി വിദേശത്ത് പഠിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നു. പല ക്ഷുദ്രജീവികളുടെ ശല്യങ്ങളും പല കുടുംബങ്ങളിൽ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. പാമ്പ് ശല്യം, പഴുതാര ശല്യം, ഇങ്ങനെ പല ശല്യങ്ങളും പല കുടുംബങ്ങളിൽ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. കൊതു കുത്തുമ്പോൾ അലർജി കർത്താവ് എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഭക്ഷണം ഒട്ടും കഴിക്കാൻ തോന്നാത്ത ഒരു വ്യക്തിയോട് വെഞ്ചരിച്ച തേൻ കഴിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. 16 വർഷമായുള്ള ഒരു സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അറിയാതെ മോശം പോകുന്ന അവസ്ഥയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹൈപ്പർ ആക്റ്റീവായ ഒരു പെൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കണ്ണിന് ചുറ്റും നീരും വീക്കവും ഉള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ ചെതൽ ശല്യമുള്ള ഒരു വീട് കാണിക്കുകയാണ്. ആ വീട്ടിൽ വീഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. വീഞ്ഞും കുപ്പിയൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാൻ ആ വീട് വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ബിൻസി എന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. റൂബി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ചെന്നലോട് എന്ന സ്ഥലത്ത് നിന്ന് ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശക്തമായ പല്ലുവേദനയുള്ള ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. കയ്യിൽ പലവിധത്തിലുള്ള ചരടുകൾ കെട്ടിയിട്ടുള്ള ഒരു മകളോട് അത് പൊട്ടിച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഓമനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഡൊമിനിക് എന്ന മകന്റെ കിഡ്നി സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കിടക്കയിൽ അറിയാതെ മൂത്രമൊഴിക്കുന്ന പ്രായമായ ഒരു സഹോദരന് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. സോഡിയത്തിന്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പാൻക്രിയാസിലെ ക്യാൻസർ ഉള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അസിഡിറ്റി മൂലം ഒട്ടേറെ വിഷമിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സൂസന്ന എന്ന മകളുടെ പഠന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ജോർജ് എന്ന മകന്റെ ഹെർണിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മൂത്രാശയ സംബന്ധമായ രോഗമുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന അവസ്ഥ 5 വയസ്സുകാരനെ കർത്താവ് ആ മേഖലയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന റീന എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂത്രം പോകാൻ ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. രക്തത്തിൽ അണുബാധയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബ്രസ്റ്റിൽ തടിപ്പുള്ള ലിസി എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരത്തിൽ അരിമ്പാറയുള്ള വ്യക്തിയോട് വെഞ്ചരിച്ച് ഒലിവോയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞൊന്നും പറയാത്തതും എല്ലാ അനുഗ്രഹവും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പേര് ലീന, തൃശ്ശൂർ കുട്ടംകുളം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ വരുന്നത് സ്നേഹി കെട്ടിയിട്ടായിരുന്നു. 8 കൊല്ലമായിട്ട് ഞാൻ സ്നേഹി കെട്ടിയിട്ടാണ് എല്ലായിടത്തേക്ക് പോവുക. അത് കാരണം എനിക്ക് എവിടേക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് ആദ്യത്തെ ദിവസം ഞാൻ വന്നത് സ്നേഹി കെട്ടിയിട്ടാണ്. ഏകദിനത്തിന് വയറിളക്കം.
അതേപോലെ 8 വർഷമായിട്ട് എന്നിട്ട് കുറവില്ല. യൂട്രസ് എടുത്താൽ പിന്നെ തുടങ്ങിയത്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ ഏകദിനത്തിന് വരുമ്പോൾ സ്നേഹി കെട്ടിയിട്ട് വന്ന്. പക്ഷെ 3ാമത്തെ ദിവസം പ്രാവശ്യം തൊട്ടിട്ട് എനിക്ക് കെട്ടുണ്ട് വന്നിട്ടില്ല ഇതേവരെ. പിന്നെ എനിക്ക് എവിടേക്കും പോകുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഏകദിനത്തിൻ്റെ കാര്യം പറഞ്ഞു ചേച്ചി. ഏകദിനം എന്നാണ് വന്നത്? ഏകദിനത്തിന് ഒരു 4-5 മാസമായിട്ടുണ്ട്. സ്നേഹി കെട്ടിയിട്ട് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ സൗഖ്യം കിട്ടി. പിന്നെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം 4 മാസം വളരെ ഇപ്പോൾ 8 വർഷം, എത്ര മാസം? 8 വർഷമായിട്ടുള്ളൊരു ഇതാണ്. യൂട്രസ് എടുത്ത് കളഞ്ഞപ്പോൾ ഉണ്ടായൊരു പേടിയാണ് ലൂസ് മോഷൻ. വയറ്റിൽ അങ്ങോട്ട് സ്നേഹി കെട്ടിയിട്ടാണ് എല്ലായിടത്തേക്കും പോകുക. അപ്പോൾ നമ്മുടെ ഏൽറുഹ ധ്യാന സെൻറ്ററിലേക്ക് ഈ ചേച്ചി ആദ്യമായിട്ടൊരു 1 ഡേ കൺവെൻഷൻ വന്നു. ആ ആദ്യത്തെ ദിവസം തന്നെ സൗഖ്യം കിട്ടി. ഇപ്പം 4 മാസമായി പിന്നെ ആ രോഗപീഠ ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. 18 കൊല്ലമായി ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല, വേദനയാണ്. പക്ഷേ ഇവിടുന്ന് പോയി എൻ്റെ ശേഷം 3 മാസമായിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തലയും മേലും കുളിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ മക്കളെ കൂട്ട് കാറിൽ പോകുമ്പോൾ വലിയൊരു അപകടം ഉണ്ടായി. ഞാൻ ഒത്തിരിയും ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരാൾക്ക് പോലും ഒന്നും പറ്റിയില്ല. കാറ് നന്നായി തകർന്നു പോയിണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം ഇറങ്ങിയപ്പോൾ മുറ്റത്ത് നിറച്ചൊരു നെല്ല് മുളച്ച പോലത്തെ മുറ്റത്ത് പാവിയ പോലെയായിരുന്നു. പക്ഷെ അതെന്താന്ന് നോക്കിയപ്പോൾ ആഫ്രിക്കൻ ഒച്ചിൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയി ഇട്ടതിൻ്റെ ശേഷം അതൊക്കെ പോയി പിന്നെ കണ്ടിട്ടില്ല. ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പള്ളിയിൽ ചെന്ന് കുരിശ് വരച്ച് കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞ് കുരിശ് വരച്ച് ഞാൻ ഇറങ്ങുകയും ചെയ്യുക. എനിക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, ഇങ്ങനെ ആ ചേച്ചിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ അതീപിന് എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. എനിക്ക് നിൽക്കാൻ പറ്റും. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്ന അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറയാം. പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഓരോ ശുശ്രൂഷയിലൂടെയും കർത്താവ് തരുന്ന വെളിപ്പെടുത്തലുകൾ, കർത്താവിൻ്റെ സ്വഭാവമാണ് ഈശോ വെളിപ്പെടുത്തി തരിക. പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദേശമായി തരിക. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. നീ പ്രാർത്ഥിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവം ശ്രദ്ധിക്കുകയോ എന്നാണ് ഒരു വിശുദ്ധൻ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവം ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സറിഞ്ഞ് കർത്താവേ കരുണയായിരിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ കർത്താവ് ആ മേഖലയിൽ ദൈവമേ നീ ഇടപെടണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായ കർത്താവ് ആ മേഖലയിൽ ഇടപെടും. നമുക്ക് വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തമായി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.